തേർഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. യൂത്തായിലാണ്. ഇനി ഞങ്ങൾ പോകുന്നത് യൂത്തായിലെ ഒരു നാഷണൽ പാർക്ക് കാണാൻ പോവുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വരും. ഇതുവരെയായിട്ട് ഞങ്ങൾ ചീട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ സമയം ഉണ്ടാക്കി ഡെഫിനറ്റായിട്ട് ചീട്ട് കളിക്കാൻ പ്ലാൻ ചെയ്തിരിക്കും. കളിച്ചിരിക്കും, ചീട്ട് കളിച്ചിരിക്കും. ഞങ്ങൾ ഗ്യാസ് അടിക്കാൻ കയറിയതാണ്. ഇപ്പം എല്ലാവരും ഉണ്ട്. നല്ല ടൈം മാനേജ്മെന്റ് ആണ്. ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങണം എന്ന് ഓർത്തിട്ട് ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുന്ന ക്യാമ്പ് കോർഡിനേറ്റേഴ്സിനെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. Say hi, Moldy. Hi. We are having a lot of fun. Hi. Today I'm dying. ഹലോ, ഞങ്ങൾ 3-ാം ദിവസം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. എല്ലാവരും ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇവിടെ. എല്ലാവരും ഇന്ന് ഏതോ ഒരു ബ്രൈസ് നാഷണൽ പാർക്ക് കാണാനായിട്ട് പോവാണ്. അത് കഴിഞ്ഞ് ഇന്ന് ഇച്ചിരി നേരത്തെ ഞങ്ങളുടെ റൂമിലോട്ട് കയറും. ഇന്ന് ഞങ്ങൾ കിച്ചൺ ചീട്ട് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഓക്കെ. ആരെങ്കിലും ക്യാമ്പിന്റെ റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ 2 പേര് അവിടെ നിന്നാണ് ഗ്ലാസ് വൈപ്പർ. നാളെ വണ്ടി മുഴുവൻ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കടമ റോയ്ക്കുള്ളതാണ്. നാളെ ഇത് റോയ് നടക്കുന്നത് കണ്ടു പഠിക്കുകയാണ്. പക്ഷേ ഈ കല്ലുകൾ ഈ പറഞ്ഞല്ലോ മറ്റേ കല്ലുകളുമായിട്ട് ഭയങ്കര ഗൈസ്, അങ്ങനെ 3-ാം ദിവസം ഞങ്ങൾ ബ്രൈസ് കാന്യോൺ, യൂറ്റായിലുള്ള ബ്രൈസ് കാന്യോൺ കാണാൻ വേണ്ടി പോവുകയാണ്. 2 സൈഡിലും വലിയ കല്ലുകളാണ്. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേൾക്കായിരുന്നു. ഇതാണ് മതിൽ ഉപയോഗിക്കാൻ കിട്ടുന്ന കല്ല്, അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ കിട്ടുന്ന കല്ല്, അങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടെ രീതിയിൽ അവരവരുടെ നോളജ് വെച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേരൊക്കെ നല്ല തകർത്ത് വാരി അടിച്ച് പൊളിച്ച് പോവാം. I see trees. I see mountains. I see grass. ഈ കാണുന്നതാണ് ഞങ്ങളുടെ തൊമ്മിക്കുട്ടൻ. ഓസ്റ്റിൻ എന്ന പേരുള്ള ഞങ്ങളുടെ തൊമ്മിക്കുട്ടൻ. തൊമ്മിക്കുട്ടൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ് റോഡ് ട്രിപ്പ് പോകുന്നത്. എന്തായാലും ആൾ എൻജോയ് ചെയ്യുന്നുണ്ട്. Hi guys, this is the 3rd day of our trip and now we are at Bryce Canyon. ഫൈനലി ഞങ്ങൾ ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്കിന് എൻട്രൻസിലെത്തി. നിങ്ങൾക്ക് കാണാം ഈ ഏരിയ ഒക്കെ ഫുള്ള് ലാൻഡ് ഡ്രൈ ആയതുകൊണ്ട് ഞങ്ങൾ മാക്സിമം കളർഫുൾ ആക്കാൻ വേണ്ടി ഞങ്ങളുടെ അന്നത്തെ ഡ്രസ് കോഡ് പൂക്കളും കൈക്കളും ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് എബൌട്ട് 1.2 to 3 മൈൽസ് മുകളിലേക്ക് ഹൈക്ക് ചെയ്ത് നടന്ന് കഴിയുമ്പോഴാണ് അപ്പർ ഇൻസ്പിറേഷൻ പോയിന്റ്. അത് ഭയങ്കര രസമാണ്. ഇവിടെ ഹൈക്ക് ചെയ്യാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ക്രൂവിൽ 6 വയസ്സുകാർ തൊട്ട് 60 വയസ്സുകാർ വരെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഹൈക്കിങ്ങിനൊന്നും പോയില്ല. ഞങ്ങൾ മാക്സിമം വണ്ടി പോയിട്ട് മര്യാദക്ക് നടന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയുള്ളൂ. ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ മെയ് ടു സെപ്റ്റംബർ ഉള്ള മാസങ്ങളിലാണ്. അങ്ങനെ ഹൈക്ക് ചെയ്ത് പോയപ്പോഴാണ് നാച്ചുറൽ ബ്രിഡ്ജ് കണ്ടത്. എലിവേഷൻ 8627 feet ഫ്രം ദ സീ ലെവൽ. മുമ്പ് നിങ്ങൾ തൊമ്മിയെ പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് തൊമ്മനെ പരിചയപ്പെടുത്തുന്നു. ദിസ് ഇസ് തൊമ്മൻ കാൽവിൻ. Hi, so we are in Waxen 9 with a mountain. We are going on top with our family. Let's go. Go there. Go, good. Those are the signs. Those are the, those are the pictures. Tama, who else is with you? Sama is with me with his phone, Angie's backpack, the raincoat, and this broken woods, and the some trees that fall down. Oh, and the house to be the scary creatures around here, so be careful in the forest. And cut. ഹലോ, സോ ഞങ്ങളിപ്പോൾ ഉള്ളത് യൂത്തയിൽ ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്കിലാണ്. അവിടെ ബ്രൈസ് പോയിന്റിലാണ്. ഇതാണ് സവിത ഇവിടെയുണ്ട്. ബ്രൈസ് പോയിന്റിന്റെ വ്യൂ ആണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ റോഡ് ട്രിപ്പിന്റെ 3-ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ അവിടുന്ന് വന്ന് ബ്രൈസ് പോയിന്റിലെത്തിയിരിക്കുകയാണ്. ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്കിൽ
ഇതാണ് ബ്രൈസ് പോയിന്റിന്റെ വ്യൂ. ഇവിടെ സീന ചേച്ചിയുണ്ട്, സവിതയുണ്ട്, തൊമ്മി, സാപ്പ, Tomman taking pictures. Moluti, say hi, Moluti. Roy sir with cap and black glass. സുജാ ചേച്ചി റോയ് ചേട്ടായുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, ഒട്ടും മാറാതെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മമ്മി, ഡാഡി, ജെയിംസ് ചേട്ടായി എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതാണ് ബ്രൈസ് പോയിന്റിന്റെ ഒരു വ്യൂ. കുറച്ചുകൂടി ഒന്ന് സൂം ഔട്ട് ചെയ്യാം. നല്ല റെഡിഷ് കളറായിട്ടുള്ള റോഡ്സ് കൊണ്ടുള്ളതാണ്. ഇത് ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒരിതാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്നറിയത്തില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയ വേറെ മൗണ്ടൻ റേഞ്ചസ് ആണുള്ളത്. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് കളറിലാണുള്ളത്. ഇപ്പോഴത്തെ പൈൻ ട്രീസ് ഉണ്ട്. പൈൻ ട്രീസിൻ്റെ ഒരു തോട്ടം പോലെയാണത്. ഇവിടെ റോയ്ച്ചട്ടായി ഉണ്ട്. വൈകിട്ടായപ്പോഴത്തേക്കും നല്ല ഇരുണ്ട മഴക്കാറ് വന്ന് കൂടിയിട്ടുണ്ട്. മഴ പെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങൾക്ക് കാണാം, ബ്രൈസ് കാന്യോൺ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 8,000 to 9,000 ഫീറ്റാണ് സീ ലെവലിൽ നിന്നും ഹൈ ആയിട്ട് ഉള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒത്തിരി പേര് ഹൈക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല, ബിക്കോസ് ക്യാമറയ്ക്കകത്ത് അത്രയും സൂം ചെയ്തെങ്കിലും എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പല ഹൈക്കിംഗ് പോയിൻറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഓരോ ഏരിയയിലും കല്ലിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ചില ഏരിയയിൽ വെള്ള മലകളും വെള്ള കല്ലുകളുമാണ്. അതേസമയം ചില സ്ഥലത്ത് ഓറഞ്ച്, ചില സ്ഥലത്ത് റെഡ്, അങ്ങനെ 3-4 കളേഴ്സാണ് ഇവിടുത്തെ ബ്രൈസ് കാന്യോണിൽ ഒരേ ഏരിയയിൽ തന്നെ ഉള്ളത്. കാണാൻ ഭയങ്കര ഭംഗിയാണ്. നാച്ചുറൽ മെയ്ഡാണ്. അതുകൊണ്ട് അതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെ, പറയാതിരിക്കാൻ മേല കേട്ടോ. എന്തായാലും ഇങ്ങനെ ഇത് വൈഡ് ആംഗിളിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് വേറെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ആകാശമൊക്കെ കൂട്ടിയെടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ആ വെള്ളയും ഓറഞ്ചും അതിൻ്റെ ഇടയ്ക്കൂടെ ചിലയിടത്തൂടെ ചെറിയൊരു ഗ്രീനറിയും വരുന്നുണ്ട്. എനിവേസ്, ഇതാണ് ബ്രൈസ് കാന്യോണിൽ അപ്പർ ലെവലിൽ നിന്നുള്ള വീഡിയോ. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പം കാണിക്കുന്ന ഭാഗത്താണ് ആളുകൾ ഹൈക്ക് ചെയ്യുന്നത്. We are still at Bryce National Park. And this is The inspiration point. You have got to see. Look at that. It's so pretty. എന്തായാലും ഈ ബ്രൈസ് കാന്യോണിൽ നല്ല പൂക്കളുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നതല്ലേ. ഞാനും തൊമ്മനും ഓർത്ത് ഒരു ബൂമറാങ് അടിച്ചേക്കാന്ന്. അന്നേരം എന്താ തൊമ്മൻ പറഞ്ഞു, തൊമ്മൻ എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്ന്. നമുക്കൊന്ന് കേൾക്കാം. Hi guys, so look, this is all the mountains and they're so cool, and it's good to have a walk on top of the mountains like that, like I'm എൻ്റെ 5 വയസ്സുള്ള തൊമ്മന് പോലും ഇതിൻ്റെ ഭംഗി പറഞ്ഞിട്ടും തീർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. വീഡിയോയ്ക്കകത്ത് ഫോട്ടോയ്ക്കകത്തൊക്കെ എന്തോരം വരുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് രസമാണ്. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് 8,627 ഫീറ്റ് ഹൈറ്റിലുള്ള നാച്ചുറൽ ബ്രിഡ്ജിലേക്കാണ്. ഈ നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായി വന്നതാണ്. ഭയങ്കര 2 റോക്കുകളുടെ നടുക്ക് ഒരു ബ്രിഡ്ജ് പോലെ ഒരു പാത്വേ, അതിനെയാണ് നാച്ചുറൽ ബ്രിഡ്ജ്. അതിൽ നടക്കാനൊന്നും മേല, പക്ഷേ എന്നാലും അതിന് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ തൊമ്മിക്കുട്ടനൊരാഗ്രഹം, തൊമ്മനും ഞാനും ടിമ്മിയും ഒക്കെ വ്ളോഗ് ചെയ്ത് കണ്ടിട്ട് തൊമ്മിക്കുട്ടനൊരു വ്ളോഗ് ചെയ്യണമെന്ന്. നമുക്കൊന്ന് കേൾക്കാം തൊമ്മിക്കുട്ടൻ്റെ വ്ളോഗ്. Hello, I'm Arthur. Where are you going? Good. How are you doing? Good. What do you want to do? Why are you here? Because I just checked the mountain. You want to see the mountain? Yeah. I think there's a bridge here. Let's go check it out. Okay.
ആ കേട്ടതായിരുന്നു എൻ്റെ തൊമ്മിക്കുട്ടൻ്റെ വ്ളോഗ്. എന്തായാലും അവനും ട്രൈ ചെയ്തു. ഈ കാണുന്നതാണ് നാച്ചുറൽ ബ്രിഡ്ജ്. അതിൻ്റെ അടിയിൽ ചില ഫോട്ടോസിൻ്റെ അകത്ത് നല്ലപോലെ കാണാം ഒരു സർക്കിൾ. ആ സർക്കിൾ തന്നെ ഫോം ചെയ്തതാണ്. അതാണ് ഈ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത. ഈ കാണുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ മാക്സിമം ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വൈഡ് ആംഗിളിലാണ്, അതുകൊണ്ട് എൻ്റെ സറൗണ്ടിങ്സും കാണാൻ പറ്റിയിട്ടുണ്ട്. സർക്കിൾ ഫോർമേഷൻ കണ്ടോ, അതാണ് നാച്ചുറൽ ബ്രിഡ്ജ്. സീന ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടാലോ? പറയുന്നത് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരോടും ചെന്നിട്ട് അങ്ങനെ പറയാൻ. ഇതെന്ത് രസോ, ചാരിയല്ലേ അടി കുറച്ച് ചാരി. അങ്ങനെ വൈകിട്ടായി, ഞങ്ങൾക്ക് വിശപ്പായി. ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് തണ്ടർബേർഡ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്. വലിയ ഹൈപ്പുള്ളതൊന്നുമല്ല, പക്ഷെ അവിടുത്തെ ഫുഡ് ഇപ്പോഴും വായന ടേസ്റ്റ് പോയിട്ടില്ല, അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. ആൻഡ് ദാറ്റ് റാപ്സ് അപ്പ് അവർ 3rd day of the 10th day road trip. Thank you.